പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രയിലെ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, ജോലി, താമസം, ഭക്ഷണം, ആരോഗ്യം എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ ആലോചനകൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കയ്യൊപ്പുകൾ എല്ലാം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ, പോകാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് മുമ്പ് സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, തടസ്സമുള്ള സ്ഥലങ്ങൾ, മറ്റുള്ള വ്യക്തികൾ മനഃപൂർവ്വം നമ്മൾക്കത് കിട്ടരുത്, ലഭിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എതിര് പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അവരെ നീ ശാന്തരാക്കണമേ, സമരസപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗ ഡയഗ്നോസിനായിട്ട് പോകുന്നവരെ നീ ആശീർവദിക്കണം. കർത്താവെ, ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കാതെ ഒറ്റ ഡയഗ്നോസിൽ തന്നെ രോഗം പിടികിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, അപേക്ഷ കൊടുക്കാനുള്ളവർ, സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തവർ, രേഖകൾ നഷ്ടപ്പെട്ടവർ, വസ്തുക്കൾ അന്യൻ്റെ കയ്യിലാകപ്പെട്ടവർ, പണം അന്യൻ്റെ കയ്യിലാകപ്പെട്ടവർ, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവ് അടയാളം നൽകട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് പ്രഖ്യാപിതമായ ഒരു അടിസ്ഥാന പ്രമാണമാണ്, അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ഇതാണ് നമ്മുടെ ഉടമ്പടിയുടെ അടിത്തറ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയം മെറിറ്റിൽ നിന്ന് വഴുതി പോകുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആസ്പദം വെക്കേണ്ട വസ്തുക്കളെയാണ് നമ്മൾ ഉടമ്പടിക്ക് വിഷയമാക്കേണ്ടത്. കാരണം നമ്മൾ പരിശ്രമിച്ചു. അപ്പോസ്തലന്മാർ പറയത്തില്ലേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ലുക്ക 5:5. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്തൊരു ഡബിൾ ട്രാജഡിയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെന്നാണ്. രണ്ട് ഡബിൾ നെഗറ്റീവ് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഈ ഡബിൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ എന്താ മാർഗം? എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതാ, അപ്പൊ പറഞ്ഞതനുസരിച്ച്, അതാണ് അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പൊ ഉടമ്പടിയുടെ അന്തസ്സത്ത അതാണ്. കാര്യം, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വരുമ്പോൾ, പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ഉടമ്പടി. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഈ ഇപ്പോൾ ആൾക്കാർ പറയത്തില്ല, കുറേ കഷ്ടപ്പാട്, കുറേ വിഷമങ്ങളൊക്കെ, രോഗങ്ങളായി മാറുന്നില്ല, കടങ്ങളായി, വഴക്കായി, സമാധാനം ഇല്ല എന്നവർ ധ്യാനത്തിന് പോയേക്കാന്ന് പറയത്തില്ലേ? പോയിട്ട് വരുമ്പോൾ എല്ലാം ശരിയാവെന്ന് പറയില്ല. അതെന്താ ശരിക്കും പറഞ്ഞാൽ ഇതാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തപ്പോൾ, സമാധാനം ഇല്ലാത്തപ്പോൾ ജനങ്ങളെ ദൈവത്തെങ്കിലേക്ക് പിരിയും ചെയ്യും. ഇപ്പോൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ വരുന്ന വിഷയം എന്ന് പറയണത്, അവൻ പറയണത് പോലെ കേൾക്കാൻ ആൾക്കാർ ധ്യാനത്തിന് പോണൊരു പകുതി മുക്കാലും. പക്ഷെ ഉടമ്പടി അങ്ങനെയല്ല. അവൻ പറയണ കേൾക്കുകയല്ല. കേൾക്കുക എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുക എന്ന അർത്ഥം. കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ, അതായത് നീ എത്ര 1000 വചനം കേട്ടോ എന്നല്ല പ്രശ്നം. അതിൽ 5 വചനമാണ് നടപ്പിൽ വരുത്തിയെങ്കിൽ 5-ന് 1000-ൻ്റെ വിലയാണ് വേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ജീവിതം തളർന്നു പോയോ, ജീവിതം തകർന്നു പോയോ, അടുത്ത ഓപ്ഷൻ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. നീ പറഞ്ഞ അനുസരിച്ച് കൊണ്ട് വലയിറക്കുക. പിന്നെ ജീവിതം അങ്ങനെ പരാജയപ്പെട്ടു എന്ന് കണ്ടാൽ ഡിക്ലെയർ ചെയ്യണം. പരാജയപ്പെട്ടുവെന്ന് ഡിക്ലറേഷൻ ഭയങ്കര സംഭവമാണ്. എല്ലാവരുടെയും പ്രശ്നം ഡിക്ലെയർ ചെയ്യത്തില്ല. അവർ അഹങ്കാരമുള്ളത് കൊണ്ടും ദൈവത്തിനെ ആശ്രയിക്കുന്ന പോരായ്മയെ കരുതണ കൊണ്ടാണ് ആൾക്കാർ ഡിക്ലെയർ ചെയ്യാത്തത്. 38 വർഷം രോഗിയായി കിടന്ന ആളല്ലേ, അയാൾ ഡിക്ലെയർ ചെയ്യണം, കണ്ടിട്ടില്ലേ? യോഹന്നാൻ 5:7 അവൻ പറഞ്ഞു, യോഹന്നാൻ 5:7 അവൻ പറഞ്ഞു, കർത്താവേ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഡിക്ലെയർ ചെയ്തു. എന്താണ്? നോബഡി ടു ഹെൽപ്പ് മീ എക്സെപ്റ്റ് ജീസസ്. അത് ഡിക്ലെയർ ചെയ്ത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മസിൽ പവർ, മണി പവർ, അങ്ങനെ പല പവറില്ലേ, പല പവർ കൊണ്ട് നമുക്ക് നടക്കാതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
ഡിക്ലെയർ ചെയ്യണം. അല്ല പിന്നെ അവിടെയും പറഞ്ഞുകൊണ്ട് താൻ പാതി ദൈവം പാതി എന്ന് പറയരുത്. കാര്യം ചില സമയത്ത് ജീവിതം ഫുൾ ആൻഡ് ഫുൾ ദൈവം തന്നെയായിരിക്കും. അല്ല ചിലപ്പോൾ നമ്മൾ 50% നമ്മളും 50% ദൈവം എന്ന് പറയരുത്. ഡിക്ലെയർ ചെയ്യണം. ഐ ആം 0 എന്ന് പറഞ്ഞിട്ട് കർത്താവേ നീ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നാണ്. അത് ഭയങ്കരമായ ഒരു ഈ പത്രോസ് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യണത്. രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അത് ഞങ്ങളുടെ കഴിവുകേടാകാം. ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞ പോലെ കാലക്കേട് വരേണ്ട കാര്യമില്ല ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് പണിയില്ലാഞ്ഞിട്ടാണ് ആൾക്കാർ രാത്രി പണിക്ക് പോണത്. പകല് നല്ല ചൂടും ഒക്കെ ആണെങ്കിൽ മത്സ്യം വെള്ളം ചൂടാകുമ്പോൾ മത്സ്യം താഴ്ന്നു നിൽക്കേ ഉള്ളു. അപ്പം പക്ഷേ താഴ്ന്നു നിൽക്കണ കാരണം നല്ലവണ്ണം കല്ലുകൾ കെട്ടി വെയിറ്റ് കെട്ടി ആൾക്കാർ താഴ്ന്നു പോണ വലകളാണ് ആ വെയിലുള്ളപ്പം ചെയ്യണത്. അങ്ങനെ കല്ല് കെട്ടി താഴ്ത്തി വല ഇട്ട് ആൾക്കാരിങ്ങനെ ട്രോൾ ചെയ്തിട്ട് പോലും ഒന്നും കിട്ടില്ലെന്ന് പറയുമ്പോൾ മത്സ്യങ്ങളില്ലെന്ന് അർത്ഥം കടലിൽ. അതുകൊണ്ട് ഇവർ രാത്രി കെട്ടുമായിരിക്കും. വെള്ളം തണുക്കുമ്പോൾ മത്സ്യം ഓളി വന്ന് പൊങ്ങുമായിരിക്കും എന്നൊക്കെ അതിന് രാത്രി പോയി. അതൊന്നും അല്ല പ്രശ്നം. മത്സ്യം ഉണ്ടെങ്കിലല്ലേ പൊങ്ങി വരത്തുള്ളൂ. അപ്പം 0 ഫിഷിങ് അവിടെ വരണത്. അപ്പോഴെന്നാ പറ്റും? നമ്മൾക്ക് ഒരാൾ സഹായിക്കാനില്ല, വായ്പ തരാൻ ആരുമില്ല, നമ്മൾ സഹായിക്കാനും ആളുമില്ല, സാധ്യതയില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഉള്ള സാധ്യത എന്താണ്? ദൈവമാണ്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കുന്നതിനാണ് ഉടമ്പടി എന്ന് പറയണത്. അതെപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഈ ഉടമ്പടി ഫോർമുല ഈ പിതാക്കന്മാരും പ്രവാചകന്മാരും ന്യായാധിപന്മാരും ദൈവത്തിൻ്റെ ആൾക്കാരെല്ലാം ബേസിക്കായിട്ട് ആരാണ്? ഹൂ ആർ ദേ? അവരാരായിരുന്നു ശരിക്കും പറഞ്ഞാൽ? പ്രവാചകന്മാർ. ദേ വേർ ദ കവനന്റ് മെൻ ഓഫ് കവനൻസ്. പ്രോഫറ്റ്സ് ആരാണ് അവർ ശരിക്കും പറഞ്ഞാൽ? മെൻ ഓഫ് കവനൻസ്. ജഡ്ജസ് ആരാണ് അവർ മെൻ ഓഫ് കവനൻസ്. ഇവരെല്ലാം ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപ്പെടുത്തി ജീവിതം മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം തന്നെ ബുക്ക് ഓഫ് കവനൻ്റാണ്. കർത്താവിൻ്റെ വചനത്തിന് പണ്ടൊക്കെ വിളിച്ചിരുന്നതിൻ്റെ പേരെന്താണ്? ഉടമ്പടിയുടെ പുസ്തകം എന്നാണ്. ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയായി പോകും. അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ കൈ ഉയർത്തി ഡിക്ലെയർ ചെയ്യണം. എന്താണ്? കർത്താവേ, എൻ്റെ കഴിവ് കഴിഞ്ഞു, ഇനി നിൻ്റെ കൃപയില്ല ഞാൻ ആശ്രയിക്കണം എന്ന് പറഞ്ഞു നോക്കിയിട്ട് വചനം അനുസരിച്ച് ജീവിച്ചു നോക്കിയേ, വിവരം അറിയും. താങ്ക് യു. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ശരിക്കും എന്താണ്? പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. കാര്യം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം അതിവേഗമാക്കുമെന്ന്. അതാണ് ഈ 81-ാം സങ്കീർത്തനയിലെ 81-ാം സങ്കീർത്തനം 14-ാം വാക്യം.
ഈ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണ് പറയണത്. എന്താ പറയണത്? സങ്കീർത്തനം 81:14 13 തൊട്ടുണ്ട്. 81:13-14 എന്താ പറയണത്? എൻ്റെ ജനം, ഏറ്റു പറഞ്ഞേ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതാണ് സംഭവം. അല്ലാതെ ഒറ്റപ്പെട്ട കാനായിലെ വിഷയമല്ല ഇത്. പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു നിലപാടാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒന്ന് പറഞ്ഞേ, എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നെന്താണ്? 83 സങ്കീർത്തനം 81:13 എന്താ പറയണത്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഏറ്റു പറഞ്ഞേ, എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എൻ്റെ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. അത്രേ ഉള്ള സംഭവം. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിവേഗം. അതാണ് സമയച്ചുരുക്കം. ഉടമ്പടിയുടെ സമയച്ചുരുക്കം അതാണ്. എന്താണ്? 81:14 ഏറ്റു പറഞ്ഞ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പം ദൈവമാണത് ചെയ്യണത്. അപ്പം നമ്മൾ ദൈവവചനത്തോട് വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം സമയച്ചുരുക്കം കാണിക്കും. ഇത് സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാനും അതിവേഗമാക്കാനുമുള്ള ഒരു സംവിധാനമാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒരു സിമ്പിളാണ്. അപ്പോൾ ചില ആൾക്കാർ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കും. പിന്നെ ആദ്യ ഘട്ടമൊക്കെ കേൾക്കും, രണ്ടാം ഘട്ടത്തിൽ പബ്ബടിക്കും. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് വരുന്നൊരു കുഴപ്പം ഇതാണെന്ന് വെച്ചാൽ ആദ്യ ഘട്ടം ഭയങ്കര ഉശിരോടുകൂടി കേൾക്കും. രണ്ടാം ഘട്ടം വരുമ്പോൾ അവർ തളരും. അവർ തളരുമെന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാൽ അവർ ഉറങ്ങുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഉറക്കം? കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് എപ്പോഴാണ്? ശിഷ്യന്മാർ എപ്പോഴും കർത്താവിൻ്റെ വാക്ക് അവർ കേട്ടായിരുന്നല്ലേ. കർത്താവിൻ്റെ വാക്ക് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കാതിരുന്നത് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാർ എന്നുവെച്ചാൽ യൂദാസൊന്നുമല്ല. യൂദാസ് പണ്ടേ കേട്ടിട്ടില്ല. അതേപോലെ അവൻ ശിഷ്യനായിട്ട് നമുക്ക് കൂട്ടിയിട്ടില്ല, കർത്താവും കൂട്ടിയിട്ടില്ല. ബാക്കി 11 പേരുണ്ടല്ലോ. ഈ 11 പേര് കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. എവിടെ വെച്ചാണത്? ഗെത്സെമനിയിൽ വെച്ച്. ഗെത്സെമനിയിൽ വെച്ച് കർത്താവ് എന്താ പറഞ്ഞത്? 1 മണിക്കൂറെങ്കിലും നിങ്ങളെ എന്നോട് കൂടെ ഉണർന്നിരിക്കണം. അപ്പോഴേ പക്ഷേ കർത്താവ് വീണ്ടും വരുമ്പോൾ പത്രോസൊക്കെ ഭയങ്കര കുറുക്കാൻ ഭരിച്ചുറങ്ങുകയാണ്. കർത്താവ് കേട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ല, വചനം കേട്ടില്ല. അവർ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിലെന്ന് പറഞ്ഞില്ലേ. 81:13 എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ശുസി ഒന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ മക്കളെ, എന്തുകൊണ്ട് കർത്താവ് തൻ്റെ വാക്ക് നമ്മളോട് പറയാൻ കാരണം എന്താ? എൻ്റെ ജനമായതുകൊണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ ജനം. ആ വാക്ക് എന്ത് ഇൻറ്റിമസിയാണെന്നറിയാവോ? ഈ വചനം പാലിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എന്താ പറയണത്? വൈ ഐ ആം ഗിവിങ് യു മൈ വേർഡ് ബിക്കോസ് യു ആർ മൈ പീപ്പിൾ. മൈ പീപ്പിൾ, എൻ്റെ ജനം എന്നാണ് പറയണത്. ഉടമ്പടി സ്വന്തമാക്കും നമ്മളെ ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പറയണത് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം. കാര്യം എന്താണ്? അതിവേഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി വെമ്പല കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിലുള്ളത്. അല്ലാതെ നമുക്ക് നിയമം തന്നിട്ട് നമുക്ക് നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയില്ല. പോലീസൊന്നുമല്ല ദൈവം. അതായത് നമ്മളുടെ ജീവിതത്തിൽ യു മസ്റ്റ് റീഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം ഇടപെടാൻ വേണ്ടി കൊതിച്ച് വെമ്പി നിൽക്കുന്ന ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജനമെന്ന് പറയുന്നത്. എൻ്റെ ജനം, എൻ്റെ കർത്താവ് നമ്മൾ പറയുന്ന പോലെ തിരിച്ചു പറയണത് എൻ്റെ ജന എന്ന് പറഞ്ഞത്. എൻ്റെ ജോസഫ്, എൻ്റെ മനോജ്, എൻ്റെ സന്തോഷ്, എൻ്റെ എഡ്വേഡ്, അങ്ങനെയൊക്കെ പറയാം. ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എൻ്റെ ചേർത്താ പറയണത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അതിന് നമുക്ക് ദൈവസ്നേഹം വേണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്നല്ലേ പറയണത്. 5:42 യോഹന്നാന്റെ സുവിശേഷത്തിലെ
എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? എനിക്ക് നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന്. ദൈവസ്നേഹം, അതാണ് യോഹന്നാന്റെ സുവിശേഷം 5:42. ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല, നിങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ട, എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന്. ദൈവസ്നേഹം ഇല്ലാത്തിടത്തുനിന്ന് ദൈവസ്തുതികൾ ആവശ്യപ്പെടത്തില്ല, ദൈവസ്തുതികൾ അംഗീകരിക്കത്തില്ല. കാര്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്താൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ദൈവസ്നേഹമെന്ന പുണ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കാം. കൃപ ചൊരിയണമേ. വന്ദനം തേ വന്ദനം ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ മഹത്വം, ഞാൻ നിങ്ങളിൽ നിന്ന് മഹത്വം അന്വേഷിക്കണില്ല, സ്തുതിപ്പ് അന്വേഷിക്കണില്ല, പ്രാർത്ഥന അന്വേഷിക്കണില്ല. എന്താ കാരണം? നിങ്ങൾ ദൈവസ്നേഹമില്ല. അതാണ് യോഹന്നാൻ 5:42. അപ്പോൾ നമ്മളിൽ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളിലും ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ്. എന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഉടമ്പടി എടുത്തവരും ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ പോകുന്നവരും എല്ലാവരിലും ദൈവസ്നേഹം നിറക്കണമേ. അങ്ങയുടെ വചനം അതുപോലെ നിവർത്തിയാക്കാൻ ഞങ്ങളിൽ ദൈവസ്നേഹം നിറക്കണമേ. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങളിലെ ദൈവസ്നേഹം നിറക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയുന്നതിനായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രിയബന്ധുവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ ഇടയാക്കണമേ. ശ്രുതികട ദൈവസ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓരോ മക്കളെയും ആശീർവദിക്കണമേ. സ്പർശിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവനാഥ ലോകനാഥ ആരാധിച്ചു ആരാധനയും സ്തുതിയും ജീവനാഥ ലോകനാഥ ആരാധിച്ചു ആരാധനയും സ്തുതിയും ജീവനാഥ ലോകനാഥ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു മക്കളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴാണ് ദൈവസ്നേഹം നിറയണത്? എപ്പോഴാണ് ദൈവസ്നേഹം കുറയണത്? എപ്പോഴാണ് ഉടമ്പടി എടുത്തിട്ട് വീണ്ടും നമ്മൾ തളരുന്നത്? അത് എവിടെയെങ്കിലും അകപ്പെടുമ്പോഴാണ്. എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ട് കാണും. നീ നിൻ്റെ കുടുംബ പ്രാർത്ഥന നടക്കണില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ വ്യക്തി ജീവിതത്തിലും പ്രാർത്ഥന നടക്കണില്ല. നിൻ്റെ സ്നേഹപ്രവർത്തികളാ, കാരുണ്യ പ്രവർത്തികളാ, പ്രേക്ഷിത പ്രവർത്തികളാ ഒന്നും നടക്കണില്ല. എൻ്റെ അർത്ഥം നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. അതാ കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, വൈ ആർ യു സ്ലീപ്പിംഗ്? വൈ ആർ യു സ്ലീപ്പിംഗ്? കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, വൈ ആർ യു സ്ലീപ്പിംഗ്?
നീ എന്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നു? ഒരു ഉറങ്ങുന്ന വിശ്വാസി പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, പലതരത്തിലും ആധ്യാത്മികമായി ഉറങ്ങുന്ന വിശ്വാസി എന്താണ് അവന് പറ്റിയിരിക്കുന്നത്? എന്താണ് അവൾക്ക് പറ്റിയിരിക്കുന്നത്? അവൾ അല്ലെങ്കിൽ അവൻ എവിടെയോ അകപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞല്ലോ, നീ എവിടെയോ, ദൈവപൈതലെ നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. പത്രോസോട് പറഞ്ഞു, പത്രോസെ അകപ്പെട്ടു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ആ വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ 14, 38 നമ്മൾ വായിക്കുന്നതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ. എവിടെയോ അകപ്പെട്ട മനുഷ്യന് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പത്രോസ് ഉറങ്ങിയതിൻ്റെ കാരണങ്ങൾ കർത്താവ് മനസ്സിലാക്കി. ഒരു പ്രലോഭനമാണ്, ഏതോ ഒരു പ്രലോഭനം. കർത്താവ് ചോര വിയർക്കുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, തങ്ങൾക്ക് ആരുണ്ട്, ഇനി തിരിച്ച് വെളിലോട്ട് പോകേണ്ടി വരുമോ? ഇങ്ങനെ ദൈവത്തെക്കാളുപരി സ്വന്തം വിശ്വാസങ്ങളെ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടു പോയി. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടാൽ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ ജോലിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാം. പക്ഷേ അകപ്പെടുന്ന രീതി ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? നിൻ്റെ കർത്താവ് ചോര വിയർക്കുമ്പോഴും ഉണർന്ന് തന്നെ നിന്റെ കൂടെ ഉണ്ട്. ദൈവപൈതലേ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചോര വിയർക്കുമ്പോഴും കൂടെയുള്ളൂ. ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, ജീവാത്മാവേ സത്യമാവേ ആരാധിച്ചുതമിക്കുന്നേ. ജീവാത്മാവേ സത്യമാവേ ആരാധിച്ചുതമിക്കുന്നേ. സ്നേഹതാര സ്വർഗതാര വന്ദനേ തേ നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അകപ്പെട്ടു പോകുമ്പോൾ മാത്രമല്ല നമ്മൾക്ക് ദൈവികമായ ഇടപെടൽ താമസിക്കുന്നത്. ഇപ്പോൾ ദൈവികമായ ഇടപെടൽ താമസിക്കാനുള്ള കാരണം എന്താ? നമ്മൾ അകപ്പെട്ടു പോയത് കൊണ്ടാണ്. എവിടെയോ എന്തോ ചിന്തയിലും, എന്തോ പ്രലോഭനങ്ങളിലും, എന്തോ അരുതാത്ത കെട്ടുപാടുകളിലൊക്കെ അകപ്പെട്ടു പോയി. ഇനി ചാരി നിന്നാലും പണി കിട്ടും നമുക്ക്. ബൈബിൾ പറയുന്ന രണ്ടാമത്തെ സംഭവമാണ് ചാരി നിപ്പ്. ആരെങ്കിലും ചാരി നിന്നാലും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ അങ്ങനെ പറയുന്ന കാര്യത്തിൽ ദൈവവചനം കേൾക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, കാര്യം ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു പ്രാധാന്യം എന്താണ്? ഉടമ്പടിയുടെ കണ്ടന്റ് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നതും സങ്കീർത്തനം 81:14 അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്ന യോഹന്നാൻ 2:5 1 ആൻഡ് സെയിം തിങ്. കർത്താവിൻ്റെ വചനം കേൾക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാത്ത ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരേ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. അത് ഗെത്സമനാണ്. അതിൻ്റെ കാരണം എന്താണ്? അവരകപ്പെട്ടു പോയത് കൊണ്ടാണ്. എന്തോ പ്രലോഭനങ്ങളിൽ അവർ അകപ്പെട്ടു പോയി. കർത്താവിനേക്കാളിൻ്റെ സാന്നിധ്യത്തെക്കാൾ ഉപരി വേറെ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവർ അകപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ 14:37-38 പറയണത് അകപ്പെടാതിരിക്കണം. ഇനി അകപ്പെടാതിരിക്കുമ്പോഴാണ് അകപ്പെട്ടിരിക്കുമ്പോഴാണ് സാധാരണ കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കണത്. നിങ്ങൾ ചിന്തിക്കണം, എന്തിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത ആൾക്കാർ എന്തിലാണ് അകപ്പെട്ടിരിക്കണം ചിന്തിക്കണം. ഏത് വ്യക്തിയിലാണ് അകപ്പെട്ടിരിക്കണത്, ഏത് വിഷയത്തിലാണ് അകപ്പെട്ടിരിക്കണത് എന്ന് ചിന്തിക്കണം. അപ്പോഴേ അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ രണ്ടാമത്തെ സംഭവം എന്താണ്? ദൈവവചനം കേൾക്കാതിരിക്കാനുള്ള
അതനുസരിച്ച് ജീവിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്താ? ചാരി നിൽപ്പാണ്. ചാരി നിന്നാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചാരി നിൽപ്പാ? എനിക്ക് ചാരി നിൽപ്പ് എവിടെ നിന്ന് കിട്ടുന്നറിയാവോ? ഞാനിതുപോലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും വായിക്കുമോ? എല്ലാ ദിവസവും വായിക്കും. എൻ്റെ മേശയിൽ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മേശയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ വർക്കിംഗ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് പോയിച്ചും ഒന്ന് കറങ്ങി നമ്മുടെ കൃപാസനത്തിൻ്റെ ഓഫീസൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നിരുന്നാലും ഭജനം എടുത്ത് വായിച്ചിട്ടാണ് ഞാൻ അടുത്ത വർക്ക് തുടങ്ങണത്. ഭജനം എടുത്ത് വായിച്ചിട്ടാണ് അടുത്ത വർക്ക് തുടങ്ങണത്. അപ്പോൾ ഇത് വചനം ഇങ്ങനെ നിരന്തരം കർത്താവിനെ അന്വേഷിക്കുന്ന കാരണം കർത്താവ് എനിക്ക് ചില നോട്ടുകൾ തരും. കാര്യം വായിക്കുന്നതിൻ്റെ അന്തരാർത്ഥങ്ങൾ അപ്പോൾ എനിക്ക് മനസ്സിലായി, ചാരി നിന്നാലും ഉടമ്പടി ലംഘിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതിവേഗം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾ താമസിക്കാൻ കാരണം ഒന്നെന്താണ്? അകപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരെ പോലെ. രണ്ടാമത്തെ എന്താണ്? ചാരിനിപ്പ്. എന്താ ചാരിനിപ്പെന്ന് പറയണത്? ചാരിനിപ്പെന്ന് പറയണതേ, പണ്ട് ഇസ്രായേൽക്കാർക്ക് ഒരു പ്രശ്നമുണ്ടായി. ഭയങ്കരമായ ഗംഭീര ക്ഷാമം വന്നു. ഇസ്രായേൽക്കാർക്ക് ഗംഭീരമായ ക്ഷാമം വന്നു, ഭയങ്കര ക്ഷാമം. കാര്യം 8 ഷെക്കലിന് ഒരു കഴുതത്തല കിട്ടുന്ന കാലം. ഇപ്പം കൊല്ലത്തൊക്കെ ചെല്ലുമ്പം വലിയ മീൻതല കിട്ടും. അവിടെ എഴുതിച്ചിട്ടുണ്ട് മീൻതല ഉള്ള ചില ഹോട്ടലുണ്ട്, വലിയ മീനിൻ്റെ തല ബോട്ടുകാരൊക്കെ കൊണ്ടുവരണത് പോലെ ഭയങ്കര വില അതിന്. ഇതുപോലെ ഇസ്രായേലിൽ കഴുതത്തല തിന്നുമായിരുന്നു ആൾക്കാർ. പക്ഷെ അതിനധികം വിലയൊന്നുമില്ല, അരശക്കൽ പോലും ഇല്ല. പക്ഷേ ക്ഷാമം വന്നപ്പോൾ കഴുതത്തലയുടെ വില കൂടി, അതിന് 8 ഷെക്കലായി. അപ്പോൾ നോക്കിയേ, അത്രയും പട്ടിണിയായി. അമ്മമാരും സ്വന്തം മക്കളെ തിന്നണ കാലമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയക്കാർ വന്ന് ഇസ്രയേലിൻ്റെ കവാടം ഉപരോധിച്ചു. അവർക്ക് പാടശേഖരത്തിൽ പോകാനോ വെള്ളം എടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇസ്രയേൽ നഗരം സിറിയൻ പട്ടാളം ഉപരോധിച്ചു. അങ്ങനെ വന്നതോടുകൂടി അവർക്ക് പട്ടിണിയായപ്പോൾ ജനങ്ങളൊക്കെ രാജാവ് വരെ ചാക്കുടിക്കണ ഒരു കാലം. അപ്പോഴാണ് എലീശ പ്രവാചകൻ വന്നിട്ട് പറയും, വിഷമിക്കണ്ട, കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാ പറയണേ? കർത്താവ് എന്നോട് പറഞ്ഞെന്ന്. ദൈവവചനമാ. കർത്താവ് അരുളി ചെയ്യുന്നു, അല്ലാതെ എലീശ അല്ല അരുളി ചെയ്യണത്. കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ്? നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങൾ സമറിയായുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും? ഒരു അളവ് ഗോതമ്പിന് 2 ഷെക്കലും 2 അളവ് ബാർലിക്ക് 1 ഷെക്കലിനും. അതെന്നുവെച്ചാൽ നിസ്സാരമായിട്ടാണ് ഈ പറയണത്. വെച്ചാൽ പട്ടിണിയായിട്ടൊന്നുമില്ല, ബാർലിയുമില്ല, ഗോതമ്പുമില്ല, ജനങ്ങളുടെ നമുക്ക് ചോറില്ലാത്ത പോലെ അരിയില്ലാത്ത അവസ്ഥയാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് തിന്നാൻ. അപ്പോൾ പക്ഷേ പ്രവചനം എന്താ? ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? മരണം മാത്രമേ ഉള്ളൂ. ഒരു ജനതയുടെ ജീവിതത്തിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് അരുളി ചെയ്യുന്ന വചനങ്ങളുണ്ട്. എന്താണ്? നാളെ ഇവിടെ സമറിയായുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും? ഇതുവരെ ഇസ്രായേൽക്കാർ സമറിയയുടെ കാര്യം പറയണത്. സമറിയായുടെ കവാടത്തിങ്കൽ ഗോതമ്പും ബാർലിയും 1 ഷെക്കലിന് കൊടുക്കുമെന്ന് പറയും. അത് 10 കൊല്ലം കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാര്യം അത്ര അവസ്ഥയാണ്. സമറിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബലിഷ്ടമായിട്ടുള്ള ഒരു പട്ടണമാണ്. അവിടെ ആ പട്ടണത്തെ ഭേദിക്കാൻ ഈ പട്ടിണി പാവങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം സിറിയക്കാർ വന്ന് ഇസ്രായേലിനെ ഉപരോധിച്ചിട്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇവർ പുറത്തിറങ്ങാതെ എങ്ങനെ സമറിയക്കാരുടെ രാജ്യത്ത് ചെന്നിട്ട് അവിടുന്ന് ബാർലി മേടിച്ചുകൊണ്ട് പോരും? അത് നടക്കാത്ത കാര്യമാണ്. സിറിയക്കാരാണ് ഇവരെ ഉപരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഉടനെ സേനാനായകൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? സേനാനായകൻ ചോദിക്കും, കർത്താവ് കിളിവാതിൽ തുറന്ന് പുറത്തെത്തിയാലും ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ചോദിക്കും. ആ ചോദ്യം അതാണ്. കർത്താവ് സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പുറത്തിറങ്ങിയാലും പറഞ്ഞാലും ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ചോദിക്കും. അപ്പോഴേ കർത്താവിൻ്റെ വചനമല്ലേ? കർത്താവിൻ്റെ വചനം ഈ സേനാനായകൻ
ഈ തല നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് വാലാടിയതെന്നറിയാവോ? ആ സമയത്ത് ഇസ്രായേൽ രാജാവിനെക്കുറിച്ച് പറയണത് അയാൾ ഈ സേനാനായകൻ്റെ ചുമലിൽ ചാരി നിൽക്കുകയായിരുന്നെന്ന്. രാജാവേ ഈ പൊട്ടൻ്റെ അടുത്ത് ചാരി നിൽക്കുകയാണ്. കാര്യങ്ങളെ തിരക്ക് ദൈവത്തിൻ്റെ ആലോചന കേൾക്കേണ്ടവൻ ഒരു കഴുതയേക്കാൾ വിലയില്ലാത്തവനെ ചാരി നിൽക്കുകയാണ്. അവനെന്താണ്? അവൻ സേനാനായകനായി പോയതിൻ്റെ അവൻ ആ ഒരു കുണാണ്ടറാ. അതുകൊണ്ട് അവനെ ചാരി നിൽക്കുന്ന രാജാവ് അവനെ ചാരി നിൽക്കുക. ബൈബിൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പേപ്പട്ടിനെയാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ ചാരി നിൽക്കണത്. പിന്നെ എങ്ങനെ രാജ്യം തിരിയവരാണ്? അപ്പോൾ തന്നെ ചാരി രാജാവ് വരെ തന്നെ ചാരി നിൽക്കണ കാരണം ഇവന് അഹങ്കാരമായി. ഇവൻ ഉടനെ പറഞ്ഞ് കർത്താവിൻ്റെ സ്വർഗം തുറന്ന് കിളിവാതിൽ പുറത്തിറങ്ങിയാലും ഇതുവരെ നടക്കണ കാര്യമാണെന്ന് ചോദിച്ചു. ദാറ്റ് മീൻസ് അതിനെ തിരുത്താൻ രാജാവ് മുതിർന്നില്ല. കാര്യം എന്താണ്? അയാളിതുപോലെ പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും അകപ്പെട്ട് നിൽക്കിയിരുന്നു. അകപ്പെട്ട് നിൽക്കുന്നവനാണ് ചാരി നിൽക്കണത്. പക്ഷേ കർത്താവിൻ്റെ വചനം ഉടനെ എലീശ പറഞ്ഞു. 2 രാജാക്കന്മാർ 7:1-2 2 രാജാക്കന്മാർ 7-1-2 വചനങ്ങളാണ്. എലീശ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു. നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിങ്കൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു തന്നാലും ഇത് നടക്കുമോ? ഹല്ലേലൂയ. ഇതാണ് സേനാനായകന്റെ അവിശ്വാസം. അപ്പോൾ എലീശ പറയണത് എന്താണെന്നറിയാമോ? ഇത് നടക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇത് നടക്കുന്നത് നീ കാണും, പക്ഷെ അതിനൊന്നും ഒരു പിടി പോലും നീ തിന്നത്തില്ലെന്ന് പറയും. ഈ ദൈവവചനം അവിശ്വസിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. നമുക്ക് നേരെ ചൊവ്വേ പോകാൻ പറ്റത്തില്ല. പിന്നെ കാര്യം എന്താണ്? ഇത് നടക്കും, നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും, പക്ഷേ ഒരു പിടി പോലും അതിൽ നിന്ന് നീ ഭക്ഷിക്കത്തില്ല. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ആ സമയമാകുമ്പോൾ ഒരു യുദ്ധക്കുളമ്പടി ഈ സമറിയാക്കാരെ കേൾപ്പിക്കും. അവർ 4 കാലാവിനെ അവിടെ നിന്ന് ഓടിക്കളയും. അപ്പോൾ 2 കുഷ്ഠരോഗികൾ പറഞ്ഞു, നമ്മളെന്തിനാണ് സമറിയ കവാടത്തിൽ ഇവിടെ ഇസ്രായേലിൻ്റെ കവാടത്തിൽ ഇരിക്കണത്? നമുക്ക് ഇവിടെ നിന്നാലും നമ്മൾ പട്ടിണി കിടന്ന് ചാകും. അതുകൊണ്ട് കുഷ്ഠരോഗി പറയും, നമുക്ക് അവിടെ പോയി വില ഉണ്ടാകാൻ തിരക്കാം. അവിടെ നമ്മളെ കൊല്ലട്ടെന്ന് പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അവരെല്ലാവരും നാട് വിട്ടു പോയി. കുഷ്ഠരോഗിയുടെ അകത്ത് കയറി ഈ നേരിയ മാവും ബാർലിയും എല്ലാം എടുക്കും. അങ്ങനെ നാട്ടുകാർ സമരം കവാടത്തിലേക്ക് ഇഴച്ച് കയറുമ്പോഴേ രാജാവ് ചെയ്ത ഒരു മണ്ടത്തരം, ഈ പൊട്ടനെയാണ് പിടിച്ചവിടെ സേനാനായകനല്ലേ, ആ നഗരത്തിൻ്റെ കാവൽക്കാരനായിട്ട് വെച്ചത് ഈ ആ മനുഷ്യനെ, ഈ സേനാനായകനെ. ജനം ഇടിച്ച് കയറിയോടുകൂടി ഈ മനുഷ്യൻ താഴെ വീണ് അവിടെ പുറത്തുകൂടി ജനം കയറി ബാർലിയും ഗോതമ്പൊക്കെ കൈക്കിലാക്കി ജനം പിരിയുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ചത്ത് കിടക്കണം. അതാണ് പറഞ്ഞത്, നീ അത് കാണും കർത്താവ് കൊടുക്കണത്, പക്ഷെ കർത്താവിൻ്റെ ഓഹരി നിനക്ക് കിട്ടത്തില്ല, അത് കാണാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. മക്കളെ, ദൈവവചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം. ശരിക്കും ഉടമ്പടിയിൽ നമ്മൾ എടുക്കുമ്പോൾ ദൈവവചനമാണ്. ദൈവവചനം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇത് ഉടമ്പടി കർത്താവ് സമയച്ചുരുക്കം പ്രാപിക്കണത്. അതിന് കർത്താവിന് എന്തു മാർഗം വേണം? ഒരു മാർഗം വേണ്ട, കർത്താവ് മാത്രം മതി. കാര്യം ഒരു സ്വരമാണ്, ഒരു യുദ്ധത്തിൻ്റെ കുതിരക്കുളമ്പടി കേൾപ്പിച്ചാൽ മതി. എന്ത് മാർഗമാണ് ദൈവം ഉപയോഗിക്കണമെന്ന് നമുക്കറിയത്തില്ല. നിനക്ക് 3 കോടി കടമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിവിടെ ചെറുത്തുരുത്തിന്ന് ഒരു ചേച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ കഥകളി മോഹിനിയാട്ടമൊക്കെ പഠിപ്പിക്കുന്നവർ, അവരിപ്പോൾ ന്യൂയോർക്കിൽ തന്നെ പരിപാടി, കലാമണ്ഡലം ജോൺ, ആ സാക്ഷ്യം കിടപ്പുണ്ട്. അവർക്ക് 3 കോടി കടമാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് പോയതിന് ശേഷം തിരിച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് അല്പം സമയം എങ്കിലും 300 രൂപ മുടക്കി അവർ തിരിച്ചു വന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്ന്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നുകൂടി മാതാവിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് അവർ തിരിച്ചു വരികയാണ്. 300 രൂപ മുടക്കി കണ്ടവർ തിരിച്ചു വരുന്ന സമയത്ത് രാത്രി 9 മണിയായി. ഞാൻ മാത്രമുണ്ട്. ഞാനെ വിളിച്ച് എന്നാ ചേച്ചിയെന്ന് ചോദിച്ചു. അച്ഛാ, എനിക്കൊന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി, ഒന്നിട്ട് കാണാൻ വേണ്ടി വന്നു. എന്ത് വിശ്വാസമാണത്? അതാണ് ദൈവസ്നേഹം. ഞാൻ ഒന്നും ചെയ്തില്ല, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് 3 കോടി കടവണച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവരെ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് അൾത്താറെ വെച്ചിട്ട് അൾത്താറിൽ നിന്ന് കർത്താവിൻ്റെ കുരിശുരൂപത്തിൻ്റെ അവിടെ തല കുത്തി വെച്ച് അങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. കാര്യം എന്താ, ഞാനും തളർന്ന് നിൽക്കേണ്ട വാക്ക് പറയാൻ രാവിലെയുള്ള ശുശ്രൂഷയാണ്. തളർന്ന് നിൽക്കുകയാണ്.
പക്ഷേ ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് അവർ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്താ, അതായത് പെട്ടെന്ന് അവിടെ സ്ഥലമൊക്കെ വിറ്റ് മാറിയത് സെക്കൻഡുകൾക്കുള്ളിൽ. അത്രയും കടങ്ങളെല്ലാം പരിഹരിച്ചു, ഏറെക്കുറെ 90% കടങ്ങൾ പരിഹരിച്ചു. സന്തോഷത്തോടെ ഇവിടെ തിരിച്ചു വരും. നിൻ്റെ ജീവിതം മാറി മറിയാൻ വേണ്ടി 1 സെക്കൻഡ് മതി കർത്താവിന്. പക്ഷേ ഇതുപോലെ നീ വിശ്വസിക്കണം, ഇതുപോലെ നീ സ്നേഹിക്കണം, ഇതുപോലെ നീ പ്രത്യാശിക്കണം. അതിന് കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ, ദൈവത്തിൻ്റെ ശത്രുക്കളുടെ സ്തുതിക്കട്ടെ. കർത്താവേ സ്പർശിക്കണ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 കർത്താവായ ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ ടിവി ചാനലിലൂടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, യൂട്യൂബിലെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, കഴിയുന്നവര്, മഹാമാരി കഴിയുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്ന യേശുവേ, സാമ്പത്തിക കഴിയുന്നവര് സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മാനവരോഗികളെ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന. കർത്താവേ രോഗമുള്ളവരെ, ഇവർ സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ, സമാധാനമില്ലാത്തവരെ സമർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്തനാളന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആലപ്പുഴ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെ സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ധാരാളം ഭാഗങ്ങളിൽ പങ്കെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മൾ 2 രാജാക്കന്മാർ 7:2 കണ്ടില്ലേ, അപ്രതീക്ഷിതമായി ദൈവം ഇടപെടും. കാര്യം നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇന്നതുപോലെ നടന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കുമെന്നൊക്കെ നമുക്ക് ധാരണയില്ലേ. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഇതെങ്ങനെ നടക്കാനാണ്. ഇപ്പോൾ ചാരി നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം? ചാരി നിൽക്കുന്നവർ ചോദിക്കും, ആരെങ്കിലും നിങ്ങൾ ചാരി നിൽക്കണമെങ്കിലേ, ബുദ്ധിയില്ലാത്തവന്മാർ ചാരി നിൽക്കത്തില്ലേ? പള്ളി പോകാത്തവന്മാരെയും പല്ല് ചേക്കാത്തവന്മാരെയൊക്കെ നിങ്ങൾ ചാരി നിൽക്കത്തില്ലേ? ദൈവവിശ്വാസമില്ലാത്തവരെയും യുക്തിവാദികളെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ചാരി നിൽക്കണമെങ്കിലേ നിങ്ങളുടെ കാര്യം പോക്കുക. എന്താ കാര്യം? പ്രയാസ നിമിഷങ്ങൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് സേനാനായകനെ പോലെ ഒത്തിരി സൈന്യങ്ങളുണ്ട്, ശക്തിയുണ്ട്, പക്ഷേ വിവരമില്ല, അവന് ജ്ഞാനമില്ല. അതുകൊണ്ടാണ് ആ സൈന്യാധിപൻ ചോദിച്ചത്, എന്നാ ചോദിച്ചത്? കർത്താവ് കിളിവാതിലോട്ട് തുറന്നു വന്നാലും ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെ രാജാവ് ചാരി നിന്നത് കൊണ്ടാണ് രാജാവിന് പണി കിട്ടിയത്. കർത്താവ് അവിശ്വസ്തനായിട്ടില്ലേ, അവിശ്വസ്തനായി പോയില്ലേ? അപ്പോഴേ അതല്ലെങ്കിൽ അവരെ തിരുത്തണമായിരുന്നു രാജാവ്. നിനക്ക് വിശ്വാസത്തിനെതിരെ സംസാരിക്കുമ്പോൾ ആ ഇസ്രായേൽ രാജാവ് ചെയ്ത കുറ്റം എന്താണ്? അയാൾ തിരുത്തിയില്ല തൻ്റെ സേനാനായകനെ. എന്താ കാരണം? തൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് സേനാനായകനെ അയാൾ ചാരി നിൽക്കരുത്. നിങ്ങൾ ചിലപ്പോൾ പലതരത്തിൽ പല വ്യക്തികളെ നിങ്ങൾ ചാരാം. സമ്പത്ത് തരാമെന്ന് പറഞ്ഞവരെ തരാം, കടം തരാമെന്ന് പറഞ്ഞവരെ ചാരാം. ഇങ്ങനെ ഓരോ മനുഷ്യനെ ചാരി കണ്ണ് കാണാൻ പാലാത്തവന്മാർ ചാരും. അല്ലെങ്കിലും കർത്താവിനെ കാണാൻ പാലാത്തവന്മാരെ ചാരൂ. എന്താ കാര്യം എന്നറിയാവോ? പണ്ട് സാംസൺ ചാരിയില്ലേ? സാംസൺ കണ്ണും കാണാൻ പാലാതെ വന്നപ്പോഴാണ് പറഞ്ഞത്, ഒരു കൊച്ചോട് എന്താ പറഞ്ഞത്? നമ്മൾ വായിക്കുന്നുണ്ടേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ആരാധിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ജീവനാഥ ലോകനാഥ ആരാ
ആരാധിച്ചു നമിക്കുന്നേ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. Praise the Lord. Praise the Lord. ന്യായാധിപന്മാരുടെ പുസ്തകം 16:26 കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയാണ് എന്ന് ഞാൻ തപ്പി നോക്കട്ടെ. കണകണാൻ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിനല്ലാതെ വേറെ ആരെ ചാരിയാലും നിങ്ങൾക്ക് കണ്ണ് കാണാൻ പോലെ നിർത്താവും. കണ്ണ് തുറക്കണം ദൈവത്തിലെ. എത്ര ലക്ഷം കടമാണെങ്കിലും ക്യാൻസർ 4ാം സ്റ്റേജിലാണെങ്കിലും നീ ആരെയും ചാരരുത്, കർത്താവിനെ മാത്രം ചാരണം. നീ ഒന്നിലും അകപ്പെടരുത്. ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അകപ്പെട്ടു പോയതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഒന്നിലും അകപ്പെടാതിരിക്കാൻ, ഒന്നിനെയും ചാരാതിരിക്കാൻ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ വചനങ്ങള് അവസാന നിമിഷം വരെ നിറവേറ്റിക്കൊണ്ട് നിന്റെ കൃപയാൽ കർത്താവേ നിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണം. വന്ദനം തേ വന്ദനം ഈശ്വരനാഥ ആത്മനാഥ വന്ദനം തേ വന്ദനം. Praise the Lord. അവസാനമായി ജ്ഞാനം 11:6-7 രക്തരൂക്ഷിതമായി കലങ്ങി മറിഞ്ഞൊഴുകുന്ന നദിക്ക് പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായ ജലം നൽകി. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവിൻ്റെ രീതി. സമറിയായിലെ കർത്താവ് ഒരു പദ്ധതി ഒരു പക്ഷേ നമ്മുടെ മുമ്പിലില്ല. ഇതെങ്ങനെ സുഖപ്പെടാനാണ്? ഡോക്ടർ പറഞ്ഞല്ലോ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ. എത്രയോ ചേച്ചിമാരാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞതാണ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ. ഇപ്പം ഞാൻ തിരിച്ചു പറഞ്ഞ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ കാശുരൂപം കൊണ്ടുപോയി ICUയിൽ വെച്ച് എൻ്റെ ഭർത്താവിന് നെഞ്ചത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് നേഴ്സിനോട് പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു. ആരാണ് നമുക്കറിയിക്കാൻ? നമുക്ക് നമ്മുടെ കർത്താവ് മാത്രം. അവർ ജീവനോട് എഴുന്നേറ്റ് വീട്ടിലോട്ട് പോരുമ്പോഴുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്. ദൈവത്തെ കൂടുതൽ അറിയാൻ, കൂടുതൽ അനുഭവിക്കാൻ, ദൈവം നിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കണം ബോധ്യം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ ക്ലേശങ്ങൾ. നീ ആരെയും ചാരി നിൽക്കാതെ, ഒന്നിനും അകപ്പെടാതെ, ഉടമ്പടി വചനങ്ങൾ പോലെ അവൻ പറഞ്ഞ പോലെ നിറവേറ്റിക്കൊണ്ട് അവസാനം വരെ വിശ്വാസം പ്രഖ്യാപിച്ച് ജീവിക്കാൻ നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കർത്താവ് നിന്നെ തൊടും, കർത്താവ് നിന്നെ സ്പർശിക്കും. നിൻ്റെ മാരക രോഗങ്ങളായാലും, നിൻ്റെ തീരാവ്യാധികളായാലും, നിൻ്റെ ജീവിത ദുരിതങ്ങളായാലും, നീ എന്തിനു വേണ്ടി പരീക്ഷ എഴുതിയിരിക്കുന്നുവോ, എന്തിനു വേണ്ടി നീ എഴുതാൻ പോകുന്നുവോ, നിൻ്റെ ജോലിക്കാര്യമായാലും, നിൻ്റെ സാമ്പത്തിക മേഖലയായാലും, നിന്റെ വീടില്ലാത്ത അവസ്ഥയായാലും, വഴിയില്ലാത്ത അവസ്ഥയായാലും, ജീവിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായാലും, നിൻ്റെ യാത്രയായാലും, യാത്ര മുടങ്ങിയതായാലും, യാത്ര പെൻഡിങ്ങിലായാലും, എല്ലാ മേഖലകളിലും നിൻ്റെ ദൈവം ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ സ്വന്തമായ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്നെ വെച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അതിപ്പോൾ കർത്താവിൻ്റെ കൈകളാക്കി നീ മാറ്റും. മാറും. അമ്മ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. മാരക രോഗങ്ങളും തീരാവേദികളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും ഇപ്പോഴും അടിപ്പെടുന്ന പോലെ വൈതാക്കാലം പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടകലാൻ പോകുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം കർത്താവേ ഇപ്പൊ പ്രകടമാക്കുന്ന കർത്താവേ. ഈശോ പൊന്നോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, ജീവതടസ്സങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കർത്താവ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അമ്മ സന്തോഷിച്ച് നിൽക്കുന്ന സമയമാണ്. കർത്താവ് തന്നെ തിരുമുൻപാട് വലത് കിടത്താൻ നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ വെളിച്ചവും തണലും നിന്റെ അവകാശവും നിന്റെ ഓഹരിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ മനസ്സിനാണെങ്കിൽ, നിന്റെ ശരീരത്തിലാണെങ്കിൽ, നിന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പോഴെന്ത് വേദനയായാലും ഈ നിമിഷം നിന്നെ സ്പർശിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, 35 വർഷം ഞാൻ അർപ്പിച്ച കൃപാനെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസാൽത്തറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തില് ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, തകർന്നിരിക്കുന്ന മക്കള് യേശുവിന്റെ നാമത്തില്, മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീവാത്മാവേ, സത്യാത്മാവേ, ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ, സത്യാത്മാവേ, ആരാധിച്ചു